ഇതാണ് കപ്പലിലെ മൂറിംഗ് വിഞ്ച്. ഈ വിഞ്ച് യൂസ് ചെയ്തിട്ടാണ് മൂറിംഗ് റോപ്പ് പാസ് ചെയ്ത് കപ്പലിനെ പോർട്ടിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂറിംഗ് വിഞ്ചിൻ്റെ ഈ ഒരു ലിവർ യൂസ് ചെയ്തിട്ടാണ് ഈ വിഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് ഫോർവേഡും ബാക്ക്വേർഡും മൂവ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഈ മോട്ടറാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്രേക്ക് ലിവർ. ഇത് നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ടൈറ്റും ലൂസും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ബ്രേക്ക് ലൈനർ, ഈ അകത്തുള്ള ഈ സാധനം. ഇതാണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ ബ്രേക്ക് പാഡ് പോലെ ഇതിലെ ബ്രേക്ക് ലൈനറാണ്. ഇത് അതിൻ്റെ എക്സ്ട്രാ ഡ്രമ്മാണ്, നമ്മൾ ലൂസ് ലൈന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിന് സ്പീഡ് അധികം ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ എൻഗേജ് ഡിസെൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഡിസെൻഗേജും എൻഗേജും ചെയ്യേണ്ട ലിവർ. കപ്പലിൽ ഇതുപോലെ ഒരുപാട് മൂറിംഗ് വിഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഓരോ കപ്പലിൻ്റെയും മൂറിങ്ങിൻ്റെ ഡിസൈൻ അനുസരിച്ചായിരിക്കും കപ്പലിൽ വിഞ്ചസിൻ്റെ എണ്ണവും. അപ്പോൾ എൻ്റെ കപ്പലിൽ ഇപ്പോൾ 4+2 ആണ് അതിൻ്റെ ഡിസൈൻ, അതായത് 4 ഹെഡ് ലൈൻസും 2 സ്പ്രിംഗ് ലൈൻസും. അപ്പോൾ അഡീഷണൽ റോപ്പ് വേണമെങ്കിൽ നമ്മൾ ലൂസ് ലൈൻ കൊടുക്കും, അതായത് വിഞ്ചില്ലാതെ ഇതുപോലെ ഫിഗർ ഓഫ് 8 ബൊള്ളയാടിൽ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും. അതിനാണ് ലൂസ് ലൈൻ എന്ന് പറയുന്നത്.